ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ അമ്മേരെ വീട്ടിൽ വന്നു. പയറും എന്താണൊക്കെ നിൽപ്പുണ്ട്, അതെല്ലാം ഒന്ന് എടുക്കാമെന്ന് വെച്ചു. ഇതെന്താ, ഞാൻ വന്നപ്പോൾ കുറച്ച് നാളായി ഇവിടെ വന്നിട്ട്. അപ്പം ഇത്രയൊന്നും വലുതായില്ല, ഇതിൻ്റെ പകുതി ആയുള്ളൂ. ഇപ്പം നല്ല മഴയൊക്കെ അതിൻ്റെ ആയിരിക്കും പെട്ടെന്ന് ഇതായി, ഇത്രയും വലിയ പോലെയായി. ഇനി നമുക്ക് ബാക്കി നോക്കാം. ഇതിവിടെ നമ്മളെ ഈ എന്തുവാണ് ഈ ഓരോ വിശേഷങ്ങൾക്കൊക്കെ ടേബിളുണ്ടല്ലോ, ഫുഡ് കഴിക്കുന്നത്, അതാണ് ഇവിടെ മരത്തിൽ കിടക്കുന്നത്. ഉറുമ്പ് കിടന്ന് കഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ തന്നെ കിടക്കട്ടെ, വെള്ളം നിറയുന്നതാണ് ഒരു ഭംഗിയുണ്ട്. ഇടയ്ക്കൊക്കെ പല്ല പൊങ്ങി, മറ്റേത് ഇടയ്ക്കൊക്കെ ഇത്രയേ ഉള്ളായിരുന്നുള്ളൂ. ഇപ്പോൾ ഇത്രയും കൂടെ പൊങ്ങി, പക്ഷേ എല്ലാം കുഞ്ഞായി. മറ്റേ നല്ല വലിപ്പം ഉണ്ടായിരുന്നല്ലോ, ഇപ്പോൾ എല്ലാം ചെറുതായി. നമ്മുടെ കോഴികളൊക്കെ ഇവിടെ ഉണ്ട്. കൂട്ടിലൊരു മുട്ടയും കിടപ്പുണ്ട്, ഇനി പോയി എടുക്കണം. എടുത്തില്ലെങ്കിൽ കോഴി തന്നെ കൊത്തി തിന്നും അത്. ഇത് ഈ ഇടയ്ക്ക് വേനലൊക്കെ സമയത്ത് എൻ്റെ അനിയൻ്റെ വിലയാണ്. കിളിക്ക് വെള്ളം വെച്ചതാണ്. ഇപ്പം മഴയായിട്ട് ഇപ്പം അങ്ങനെ വെക്കുന്നില്ലായിരിക്കും. ഇതിനകത്ത് കപ്പയ്ക്കേണ്ട ഒന്നുമില്ല. അതിനകത്ത് കുഞ്ഞു മുളക ഉണ്ട്, കൊച്ചു മുട്ട് വന്നിട്ടുണ്ട്. ഇതമ്മ എനിക്കൊന്ന് വിത്തിന് നിർത്തിയേക്കായിരിക്കും. സപ്പോർട്ട കുഞ്ഞായിട്ടുണ്ട്. ചിലപ്പോൾ പൊഴിഞ്ഞു പോകും, ചിലപ്പോൾ കിട്ടും. ഇത്രയും വലുതാണ്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇവിടെ ഒരെണ്ണം ഉണ്ട്. തുളസി ഇഷ്ടം പോലെയുണ്ട് ഇവിടെ. തുളസി ഇഷ്ടം പോലെയുണ്ട്. പനിയൊക്കെ വരുമ്പോൾ ചുക്ക് കാപ്പി ഇടാനൊക്കെ ഇഷ്ടം പോലെയുണ്ട്. റംബൂട്ടാൻ്റെ തൈകളാണ്. ഇത് തകരയാണ്, തകര. ഇത് ഇങ്ങനെ റോഡ് സൈഡിലൊക്കെ കാണും. ഇപ്പം അങ്ങനെ നമ്മൾ പിച്ചുന്നില്ല. ഇവിടെ ഒരെണ്ണം പിടിച്ചിരിക്കുന്നത് വളർത്തിയൊന്നുമില്ല, തന്നെ പിടിച്ചു വന്നതാ. ഇവിടെ എല്ലാം തുളസിയാണ്. ഇതിലും കൂടുതലുണ്ടായിരുന്നു, ഇപ്പൊ വെട്ടിക്കളഞ്ഞതാ. അവിടെ എല്ലാം ഉണ്ട് തുളസി. ഇവിടെ പയറ് നിൽപ്പുണ്ട്, കുറച്ച് പയറ് പിച്ച. ഇടയ്ക്കമ്മ പിച്ചിന്ന് പറഞ്ഞായിരുന്നു. എന്നാലും ബാക്കിയൊക്കെ നിൽക്കുന്നതൊക്കെ നമുക്കൊന്ന് പിച്ചാം. ഇതിൻ്റെ ഇല ഒന്ന് തോരൻ വയ്ക്കാം. പിന്നെ ഇപ്പം ഇല്ല, ഇതിൻ്റെ ഇല നമുക്ക് പിച്ചി തോരൻ വയ്ക്കാം. നല്ല തളിരല്ലേ ഉണ്ട്. ഇതൊക്കെ തളിര. ഇതിൻ്റെ ഇടയിലൊക്കെ പയർ നിൽപ്പുണ്ട്, അതിൽ നമുക്ക് പിച്ചാം. പിന്നെ പൂക്കളൊക്കെ കുറച്ചേ ഉള്ളൂ. ഇനിയിപ്പോൾ എല്ലാം വിത്തുകൾ, ചെറിയ തൈകളൊക്കെ ഉണ്ട്, അതൊക്കെ ഇനി പിടിച്ച് വരും. ഒരു പച്ചമുളകുണ്ട്. ഇവിടെയൊക്കെ ഉണ്ട്, കുറച്ചേ ഉള്ളൂ. അതിനകത്ത് ഉണ്ടമുളകും കൂടെ നിൽപ്പുണ്ട്. കണ്ടേ, രണ്ടെണ്ണം ഉണ്ട്, രണ്ട് മൂടുണ്ട്. കണ്ടേ, ഇതൊക്കെ പഴുത്തൊക്കെ ഉണ്ട്. എല്ലാം കുഞ്ഞു മുളകുകളാണ്. പിന്നെ വെണ്ടയ്ക്കയിലും എല്ലാത്തിലും ഉണ്ട് അത്യാവശ്യം. ഇത് വലുതാവുന്നതാന്ന് പറഞ്ഞ്. ഇത് പിഞ്ച, ഇത്തിരി വലിപ്പം വെക്കുന്നതാണ് ഇത്. അതിനകത്ത് തോന മുട്ടയിപ്പുണ്ട്. ഇതിനകത്തും ഉണ്ട്. ഇതിനകത്തൊക്കെ ഒരുപാട് മുട്ടുണ്ട്. ഇവിടെ ഒരു മുളകുണ്ട്. ഇതിനകത്ത് ചെറുതായിട്ട് കുരുടിപ്പ് വന്നെന്ന് തോന്നുന്നു, അതാണ് ഇങ്ങനെ നിൽക്കുന്നത്. എന്നാലും മുളക് ഇഷ്ടംപോലെ ഉണ്ട്. ഇതിനകത്തെല്ലാം മുളക. ഇതിനെല്ലാം മുട്ടുണ്ട്. ഇതിനകത്ത് ഇവിടെയൊക്കെ ഉണ്ട്, ഇങ്ങോട്ട് കുറവാണ്. അല്ല, ഇങ്ങോട്ടും ഉണ്ട്, ഓരോ ഇലയിലുണ്ടെന്ന് തോന്നുന്നു. ഇത് പയറ് നിപ്പുണ്ട് ഇഷ്ടംപോലെ. കാണുമ്പോൾ ഇല്ലാത്തനക്ക് തോന്നും, പക്ഷേ ഇങ്ങനെ ഓരോ സൈഡിലായിട്ടൊക്കെ നിപ്പുണ്ട്. ഇതിൽ പടർത്താനൊരു സൗകര്യം ഇല്ല. ഇങ്ങനെ എല്ലാം കൂടെ കൂട്ടത്തോടെ നിൽക്കുന്നതുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. ഇതൊക്കെ നശിപ്പിക്കുന്ന പൂച്ചകളാണ്.
തരാം തരാം. പിച്ചിട്ട് തരാം മോനെ. പിച്ചിക്കൊണ്ടിരിക്കണേ ഉള്ളു. തറയിടാവാ ആ വാവയ്ക്കൂടെ കൊടു. വാവി കൂടെ കൊടുക്ക്. ഇതൊക്കെ ചെറുതാണ്, എന്നാലും പിടിച്ച. അപ്പൊ നമുക്ക് മൊത്തം ഇപ്പൊ ഇത്ര പയർ കിട്ടിയിട്ടുണ്ട്. ഇനിയും ഉണ്ട്, കുറച്ചൊക്കെ ഉണ്ട്. അവളെ കയ്യിൽ ഒരെണ്ണം ഉണ്ട്. നീ അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. ഈ ബാക്കിയുള്ള ഞാൻ നോക്കിയിട്ട് പിച്ചട്ടെ. മൊത്തം ഇനിയിപ്പോൾ ഇത്ര എടുക്കുന്നുള്ളൂ. ഇനി അവിടെ ഇവിടെയൊക്കെ നിപ്പുണ്ട്, അതൊക്കെ നീ കണ്ടുപിടിക്കണം എവിടാന്ന്. ഇപ്പൊ നമുക്ക് ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. ഇപ്പൊ നമുക്ക് ഇത്രയാണ്. ഇടയ്ക്കമ്മ പിച്ചിന്ന് പറഞ്ഞു. മതിയോ? ഇവിടെ നിപ്പുണ്ട്, ഞാൻ പിച്ചുന്നില്ലായിരുന്നു. ഇപ്പം നമ്മൾ കറിയെല്ലാം വെച്ച് കഴിഞ്ഞു. പിന്നെ ഫ്രഷ് ആയിട്ട് അപ്പം പിച്ചാൽ മതിയല്ലോ, അതുകൊണ്ട് ഇപ്പം പിച്ചുന്നില്ല. ഇവിടെയൊക്കെ നിപ്പുണ്ട്, ഇപ്പം പിച്ചുന്നില്ല. വെണ്ടയ്ക്കയും ഇത്തിരി കൂടെ വലുതാവാണ്ട് ഇപ്പം പിച്ചുന്നില്ല. അപ്പം ഇത്രയും അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ചെറിയൊരു വിളവെടുപ്പ്.